എല്ലാവർക്കും നമസ്കാരം. ഡെയിലി ടെസ്റ്റ് എന്ന സെഷനിലേക്ക് സ്വാഗതം. കുറച്ച് ദിവസത്തെ 2 ദിവസത്തെ ഗ്യാപ്പിന് ശേഷമാണ് ഡെയിലി ടെസ്റ്റ് അപ്ലോഡ് ചെയ്യുന്നത്. അസുഖങ്ങൾ അതുപോലെ തന്നെ ഹോസ്പിറ്റലൈസേഷനുമാണ് ഇതിന് കാരണം. അപ്പോൾ നമ്മൾ വീണ്ടും തിരിച്ച് ഡെയിലി ടെസ്റ്റിലേക്ക് വന്നിരിക്കുകയാണ്. 10 ചോദ്യങ്ങളുള്ള ടെസ്റ്റാണ്. അത് ആക്ച്വലി ഒരു സെൽഫ് ഇവാലുവേഷൻ ടെസ്റ്റാണ്. നമ്മൾ പഠിത്തം അതുപോലെ തന്നെ റിവിഷനൊക്കെ കറക്റ്റായിട്ട് പോകുന്നുണ്ടോ നോക്കാനാണ്. ഇന്ന് മുഴുവനും കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ്. അപ്പോൾ ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത്, ടെസ്റ്റ് ബൗളിംഗ് റാങ്കിങ്ങിൽ ഇന്ത്യയുടെ ഇതിനിടെ 1-ാം സ്ഥാനത്തെത്തിയ ക്രിക്കറ്റ് താരം ആരാണെന്നാണ്. ടെസ്റ്റ് ബൗളിംഗ് റാങ്കിങ്ങിൽ ഇതിനിടെ 1-ാം സ്ഥാനത്തെത്തിയ ഇന്ത്യൻ ക്രിക്കറ്റ് താരം ആര്? 2, പരീക്ഷാകാലത്ത് വിദ്യാർത്ഥികളുടെ മാനസിക സംഘർഷങ്ങൾ കുറയ്ക്കാനുള്ള കേന്ദ്ര സർക്കാർ കൗൺസിലിംഗ് പദ്ധതി ഏതാണ്? ടെസ്റ്റ് ബൗളിംഗ് റാങ്കിങ്ങിൽ ഇന്ത്യയുടെ 1-ാം സ്ഥാനത്തെത്തിയ ക്രിക്കറ്റ് താരം, ആദ്യത്തെ ചോദ്യം. 2, പരീക്ഷാകാലത്ത് വിദ്യാർത്ഥികളുടെ മാനസിക സംഘർഷങ്ങൾ കുറയ്ക്കാനുള്ള കേന്ദ്ര സർക്കാർ കൗൺസിലിംഗ് പദ്ധതി ഏത്? 3-ാമത്തേത്, ലോകസമ്പന്നരിൽ 1-ാമതെത്തിയതാര്? 4-ാമത്തെ ചോദ്യം ഇതിൽ നമ്പറിങ് തെറ്റുണ്ട്. 4-ാമത്തെ ചോദ്യം, NFSA എന്താണ്? നാഷണൽ ഫുഡ് സെക്യൂരിറ്റി ആക്ട് അല്ലേ, 2013 വന്നത്, ഭക്ഷ്യസുരക്ഷാ നിയമം. അത് നിലവിൽ വന്നപ്പോൾ ഗ്രാമീണ മേഖലയിലെ കവറേജ് എത്ര ആൾക്കാരെയാണ്, എത്ര ശതമാനം ആൾക്കാരെയാണ് ഗ്രാമീണ മേഖലയിൽ ഈ പറയുന്ന ഭക്ഷ്യസുരക്ഷാ നിയമത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്? 5-ാമത്തെ ചോദ്യം എന്ന് പറയുന്നത്, നാഷണൽ ടൈഗർ കൺസർവേഷൻ അതോറിറ്റി, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു അതോറിറ്റിയാണ് NTCA. എന്ത് തരം സ്ഥാപനമാണ്? സ്റ്റാറ്റ്യൂട്ടറി ആണോ, കോൺസ്റ്റിറ്റ്യൂഷണൽ ആണോ, നോൺ സ്റ്റാറ്റ്യൂട്ടറി, നോൺ കോൺസ്റ്റിറ്റ്യൂഷണൽ ആണോ എന്നുള്ളത് നിങ്ങൾ പറയണം. നാഷണൽ ടൈഗർ കൺസർവേഷൻ അതോറിറ്റി NTCA ഏത് തരം സ്ഥാപനമാണ്? 6, മദ്യ നിയമവുമായി ബന്ധപ്പെട്ട് ഇതിനിടെ രാജിവെച്ച ഡൽഹി ഉപമുഖ്യമന്ത്രി ആര്? ഇതൊക്കെ ലേറ്റസ്റ്റ് കറണ്ട് അഫയേഴ്സാണ്. മദ്യ നയവുമായി ബന്ധപ്പെട്ട് ഇതിനിടെ രാജിവെച്ച ഡൽഹി ഉപമുഖ്യമന്ത്രി ആര്? 7, മലയാളം സർവകലാശാലയുടെ രജിസ്ട്രാറായി ചുമതലയേറ്റത് ആരാണ്? 7-ാമത്തെ ചോദ്യം, മലയാളം സർവകലാശാലയുടെ രജിസ്ട്രാറായി ചുമതലയേറ്റത് ആര്? 8, 2023 ഏറ്റവും മികച്ച പുരുഷ താരമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് ഫിഫയാണ്. ഇത് മെൻഷൻ ചെയ്തിട്ടില്ല. ഫിഫ തിരഞ്ഞെടുത്ത ഏറ്റവും മികച്ച പുരുഷ താരം ആരാണ്? 8-ാമത്തെ ചോദ്യം, 9, ദേശീയ വനിതാ കമ്മീഷൻ അംഗമായ സിനിമാ നടി ആര്? ദേശീയ വനിതാ കമ്മീഷൻ അംഗമായ സിനിമാ നടി ആര്? 10, 2023 കടമ്മനിട്ട രാമകൃഷ്ണ പുരസ്കാരം നേടിയതാര്? 2023 കടമ്മനിട്ട രാമകൃഷ്ണ പുരസ്കാരം നേടിയത് ആര്? അപ്പോൾ ഇനി ഉത്തരങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യാം. ഇതാണ് 10 ചോദ്യങ്ങൾ ഉള്ളത്. അപ്പോൾ ഇനി നമുക്ക് ഉത്തരം ഡിസ്കസ് ചെയ്യാം. 1, ടെസ്റ്റ് ബൗളിംഗ് റാങ്കിങ്ങിൽ ഇതിനിടെ 1-ാം സ്ഥാനം ലഭിച്ച ഇന്ത്യൻ ക്രിക്കറ്റ് താരം എന്ന് പറയുന്നത് R. അശ്വിൻ. 2-ാമത്തേത്, പരീക്ഷാകാലത്ത് വിദ്യാർത്ഥികളുടെ മാനസിക സംഘർഷങ്ങൾ കുറയ്ക്കാനുള്ള കേന്ദ്ര സർക്കാർ കൗൺസിലിംഗ് പദ്ധതി എന്ന് പറയുന്നത് മനോദർപ്പണാണ്. ഓർത്തുവെക്കണേ. പരീക്ഷാകാലത്ത് വിദ്യാർത്ഥികളുടെ മാനസിക സംഘർഷം കുറയ്ക്കാനുള്ള കേന്ദ്ര സർക്കാർ കൗൺസിലിംഗ് പദ്ധതി മനോദർപ്പൺ. 3-ാമത്തെ ചോദ്യം, ലോകസമ്പന്നരിൽ 1-ാമതെത്തിയത് ആരാണ്? ഇലോൺ മസ്ക് ആണ് ലോകസമ്പന്നരിൽ 1-ാമതെത്തിയത്. 4-ാമത്തെ ചോദ്യമാണ്, NFSA ഭക്ഷ്യസുരക്ഷാ നിയമം, നാഷണൽ ഫുഡ് സെക്യൂരിറ്റി ആക്ട് നിലവിൽ വന്നപ്പോൾ 2013 നിലവിൽ വന്നപ്പോൾ ഗ്രാമീണ മേഖലയിലെ കവറേജ് എത്ര പേരെ ഇൻക്ലൂഡ് ചെയ്യുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്? 75%. അർബൻ ഏരിയാസിൽ, ഈ ടൗൺസിൽ എത്രയാണ്? 50%, 75% റൂറൽ ഏരിയാസുമാണ്. 5-ാമത്തെ ചോദ്യം, നാഷണൽ ടൈഗർ കൺസർവേഷൻ അതോറിറ്റി എന്ത് തരം സ്ഥാപനമാണ്? നോൺ സ്റ്റാറ്റ്യൂട്ടറി ആണോ, കോൺസ്റ്റിറ്റ്യൂഷണൽ ആണോ, നോൺ സ്റ്റാറ്റ്യൂട്ടറി, നോ കോൺസ്റ്റിറ്റ്യൂഷണൽ ആണോ? എന്താണ്? സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. സ്റ്റാറ്റ്യൂട്ടറി ബോഡി എന്ന് പറഞ്ഞാൽ ഒരു നിയമം വഴി സ്ഥാപിതമായ ഓർഗനൈസേഷൻ എന്നാണ്. അപ്പോൾ നാഷണൽ ടൈഗർ കൺസർവേഷൻ അതോറിറ്റിയുടെ നിയമം ഏതാണ്? വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് 1972. 6-ാമത്തെ ചോദ്യം, മദ്യനയവുമായി ബന്ധപ്പെട്ട് ഇതിനിടെ രാജിവെച്ച ഡൽഹി ഉപമുഖ്യമന്ത്രി ആര്? സിസോഡിയാണ് മദ്യനയവുമായി ബന്ധപ്പെട്ട് ഇതിനിടെ രാജിവെച്ച ഡൽഹി ഉപമുഖ്യമന്ത്രിയാണ്, ഡെപ്യൂട്ടി ചീഫ് മിനിസ്റ്ററാണ്. മലയാളം സർവകലാശാലയുടെ രജിസ്ട്രാറായി ചുമതലയേറ്റത് പ്രജിത് ചന്ദ്രനാണ്. മലയാളം സർവകലാശാല രജിസ്ട്രാർ പ്രജിത് ചന്ദ്രൻ. 2023 ഏറ്റവും മികച്ച പുരുഷ താരമായിട്ട് ഫിഫ തിരഞ്ഞെടുക്കപ്പെട്ടത്, ആ വേർഡ് മിസ്സിംഗ് ആണ്, ഫിഫ തിരഞ്ഞെടുക്കപ്പെട്ടത് മെസ്സി. ദേശീയ വനിതാ കമ്മീഷൻ അംഗമായ സിനിമാ നടി എന്ന് പറയുന്നത് ഖുഷ്ബു. 10-ാമത്തെ ചോദ്യം, 2023 കടമ്മനിട്ട രാമകൃഷ്ണ പുരസ്കാരം നേടിയത് പ്രഭാവർമ്മയാണ്. അപ്പോൾ ഇതാണ് 10 ചോദ്യങ്ങൾ. ഫുള്ളി കറണ്ട് അഫയേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള ചോദ്യമാണ്. 7 മാർക്കാണ് ഇന്നത്തെ ഡെയിലി ടെസ്റ്റിൻ്റെ കട്ട് ഓഫ്. അപ്പോൾ ഓക്കെ, എല്ലാവർക്കും ഇത് എളുപ്പമാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം എപ്പോഴും
പത്രം വായിക്കുക, അതുപോലെ തന്നെ കറണ്ട് അഫയേഴ്സ് ഫോളോ ചെയ്യുന്നവർക്ക് വളരെ എളുപ്പമാണ്. അപ്പോൾ ശരി, ബൈ, ടേക്ക് കെയർ.